കേരളത്തിലെ റോഡ് വികസനത്തിന് കത്ത് ലഭിച്ചാലുടൻ 20,000 കോടി അനുവദിക്കും എന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. കത്ത് നൽകാൻ മുഖ്യമന്ത്രിയോട് പറയാൻ സംസ്ഥാന ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിനോട് നിതിൻ ഗഡ്കരി ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ 24 ബിസിനസ് കോൺക്ലേവിലായിരുന്നു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ പ്രഖ്യാപനം. I will give you a new proposal by which the GST, that is to be a notional loss, then give me sand, then aggregate and everything without royalty. If the vacant land is there, barren land is there, you can add it, give it to my project. I will construct logistic park and I will make the road. കേരളത്തിലെ റോഡ് വികസനത്തിന് പണം തടസ്സമല്ലെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ പെരുകാൻ കാരണം റോഡ് ഡിസൈനിങ്ങിലെ സങ്കീർണതകളാണ്. ഹൈവേ വികസനം വേഗത്തിലാക്കാൻ റോഡ് നിർമ്മാണ സാമഗ്രികളുടെ GST സംസ്ഥാനം ഒഴിവാക്കണം. മണൽ ഉൾപ്പെടെ ആവശ്യത്തിന് ലഭ്യമാക്കണമെന്നും നിതിൻ ഗഡ്കരി. GST ഒഴിവാക്കാൻ തീരുമാനിച്ചെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പ്രതികരിച്ചു. റോഡ് വികസനത്തിന് പണം നൽകാൻ മുഖ്യമന്ത്രിയുടെ കത്ത് കാത്തിരിക്കുകയാണെന്ന് നിതിൻ ഗഡ്കരി 24 ബിസിനസ് കോൺക്ലേവിൽ. Not receiving that letter only. You have approved it. Please send me that letter immediately. I will sanction the project of 15 to 20,000 crore immediately to Kerala. കേരളത്തിലെ റബ്ബർ കർഷകരുടെ നിരന്തര ആവശ്യം ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. റബ്ബർ അധിഷ്ഠിത ടാറിംഗ് പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്രം തയ്യാറെന്ന് നിതിൻ ഗഡ്കരി മറുപടി നൽകി. കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ സ്വാഗതം ചെയ്യുന്നെന്ന് കെ.എൻ. ബാലഗോപാൽ. Thank you. I will convey this message to the Honorable Chief Minister also. But we already decided on the issue of GST for materials in the new construction. തൊഴിലവസരങ്ങൾ കൂട്ടാൻ ഉതകുന്നതാകണം വികസന പദ്ധതികളെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ബിസിനസ് ഡെസ്ക് 24.